ലോകം മൂന്നാം ലോകമഹായുദ്ധത്തിലേക്കും ലോകത്തെ വൻശക്തികൾ ചേരിതിരിയാൻ ഹോർമുസ് ഒരു കാരണമാകുമ്പോൾ അമേരിക്കയെ നാശത്തിന്റെ പടുകുയിലേക്ക് ഇറക്കാൻ ഏണിവെച്ചു കൊടുക്കുന്നു ഇസ്രായേൽ. വെടിനിർത്തൽ കരാറിന്മേലുള്ള ചർച്ചയിൽ ഇറാൻ അമേരിക്കയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങാതെ ചർച്ച പരാജയപ്പെട്ടത് അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുന്നു. നിലവിൽ ഇറാന്റെ സമ്മതത്തോടെ ഹോർമുസിലൂടെ കപ്പലുകൾക്ക് പോകാനും ഇറാനിലേക്ക് കപ്പലുകൾക്ക് വരാനും കഴിഞ്ഞിരുന്നെങ്കിൽ അമേരിക്കയുടെ ഉപരോധത്തോടെ ഇനി അതിനും സാധ്യമാകില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഘട്ടത്തിലാണ് ഹോർമുസ്. ഇറാനിൽ നിന്ന് പോകുന്ന കപ്പലുകൾക്കും ഇറാനിലേക്ക് വരുന്ന കപ്പലുകൾക്കും ഇനി മുതൽ യാതൊരു സുരക്ഷയും ഉണ്ടായിരിക്കില്ല എന്നാണ് അമേരിക്ക ഭീഷണിപ്പെടുത്തുന്നത്. അതായത് ഇറാനിലേക്ക് വരുന്ന കപ്പലുകളെയും ഇറാനിൽ നിന്ന് പോകുന്ന കപ്പലുകളെയും അമേരിക്ക ആക്രമിക്കാം എന്ന് സാരം. അമേരിക്ക സ്വന്തം നിലയ്ക്ക് പ്രഖ്യാപിക്കുന്ന ഉപരോധത്തെ ചൈനയും റഷ്യയും നിയമവിരുദ്ധമായിട്ടായിരിക്കും കണക്കാക്കുക. മാത്രമല്ല, ഇറാനിൽ നിന്നുള്ള എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളിൽ ഒന്നാണ് ചൈന. റഷ്യയാകട്ടെ ഇറാന്റെ അടുത്ത സൈനിക പങ്കാളിയുമാണ്. അതിനാൽ ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ അവരുടെ സാമ്പത്തിക പ്രതിരോധ താല്പര്യങ്ങളെ നേരിട്ട് ബാധിക്കും. തങ്ങളുടെ ചരക്ക് കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ ചൈനയും റഷ്യയും യുദ്ധക്കപ്പലുകളെ അയക്കുകയാണെങ്കിൽ സാഹചര്യം ഒരു നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങാൻ സാധ്യതയുമുണ്ട്. അത്തരം സാഹചര്യത്തിൽ റഷ്യ ചൈന യുദ്ധക്കപ്പലുകളെ തടയാൻ അമേരിക്കൻ നാവികസേന ശ്രമിക്കുന്നത് മൂന്നാം ലോക യുദ്ധത്തിലേക്ക് വരെ നയിച്ചേക്കാവുന്ന വലിയൊരു പ്രതിസന്ധിയാണ്.